ഹലോ കൂട്ടുകാരി, എല്ലാവർക്കും ലിറ്റിൽ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു കമ്പിളി നാരങ്ങ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് കമ്പിളി നാരങ്ങ കിട്ടി, അപ്പൊ നിങ്ങൾക്ക് കൂടി അത് പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം. നല്ല ചൂട് സമയം കഴിഞ്ഞ് വരുന്നത് കേട്ടാ. അപ്പോഴൊരു കമ്പിളി നാരങ്ങ കിട്ടിയതുപോലെയൊക്കെ ജ്യൂസ് അടിച്ച് കുടിച്ച് നോക്കണേ. ഇത് കണ്ട കമ്പിളി നാരങ്ങ, നല്ല മുഴുത്തൊരു കമ്പിളി നാരങ്ങയാണ്. ഇതിനകം വെള്ളയാണോ ചോപ്പാണോ നമുക്ക് അറിയത്തില്ല. നമുക്ക് ഇത് വെട്ടി ഒന്ന് നോക്കിയിട്ട് കാണാം. ചുമന്ന കമ്പിളി നാരങ്ങ, ചോപ്പ, നല്ല ചുവന്നത്. ഞാൻ സൈഡിൽ നിന്ന് ഇങ്ങനെ വേണ്ട. ഇത് കണ്ടിച്ച് ഇതിന്റെ മകം കാണാൻ വലിയ പ്രയാസം തന്നെ കേട്ടാ. ഇതിന്റെ ഉള്ളി പൊളിച്ചതുപോലെ ആയിപ്പോയി. ഇതിന്റെ അതൊന്ന് കാണാൻ കുറെ നേരം ശ്രമിക്കും കേട്ടോ. ഇത്രയും അരിഞ്ഞു കൂട്ടിയിട്ടും കാണാൻ പറ്റുന്നില്ല. നമുക്ക് വലിപ്പമേ ഉള്ളായിരുന്നു സംഭവം കേട്ടോ. എന്നാലും നമുക്ക് നോക്കാം. എന്താ ഇത്രയും ഉള്ള സ്പോഞ്ച് പോലെ ഇരിക്കും അത്. കണ്ടിച്ച് റെഡിയാക്കി എടുക്കാം. അതിൽ കൂടെ കപ്പലോട് പോയി അടിപൊളി. അത് അല്ലിയായിട്ട് എടുത്ത് വെക്കാം. എന്തായാലും പൊളിച്ച് നമ്മളിതിന്റെ അവസാനം കണ്ടെത്തി. ഇതെല്ലാം അതിന്റെ അല്ലിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് കൊച്ചു ചാറിനകത്തിട്ടാൻ പെട്ടെന്ന് ആടി വരും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ജ്യൂസർ വേണം, നമുക്കതില്ലല്ലോ. പിന്നെ ഇത് നമ്മളുടെ പുതിന ഇല ഉണ്ടാ, പുതിന നല്ല മണമാണ് കേട്ടോ. നമുക്ക് ഇല കുറച്ചേ ഉള്ളൂ, ചെറിയ ചെടിയ കൊണ്ട് ഇല ചെയ്യുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു 3-4 കാന്താരി, പിന്നെ കുറച്ച് ഇഞ്ചി കട്ട് ചെയ്തത്, ഇഞ്ചി പിന്നെ ഒരു 2-3 ഏലക്ക. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഏലക്ക. പിന്നെ പഞ്ചസാര എല്ലാം കൂടെ ഇട്ട് നമുക്ക് ജ്യൂസ് അടിക്കാം. ചെറിയ ജാറ് ഇട്ടാൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. നല്ല പെട്ടെന്ന് നമുക്ക് അരിച്ചെടുക്കാം. അതിന് തോട് മാത്രമേ ഉള്ളായിരുന്നു, ഒരു ലോഡ് തോടുണ്ട്. എത്ര സ്പൂൺ ഇടും? നമുക്ക് പിന്നെ ശാല ഉപ്പൂടെ ഇടണം കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റ് വരും. മധുരം കുറവാണെങ്കിൽ ഉണ്ടാകും, മിക്സ് ചെയ്തുകൊണ്ട് അതിന് ജാറിലോട്ട് വെച്ചിട്ട് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. ഞാൻ കമ്പിളി നാരങ്ങ ജ്യൂസിൽ കുളിച്ചടേ. കാരണം എങ്ങനെയെന്നറിയാമോ, ചെറിയ ജാറിനകത്തെ ഞാൻ ഉള്ളതെല്ലാം കൂടെ വാരിട്ട് അരച്ചപ്പോൾ നാണ്ട ഇപ്പൊ നക്കി കുടിക്കാൻ പരുവത്തിന് ഇരിക്കുവാ ഞാൻ. ഒരു കാര്യം ചെയ്യണേ, ഞങ്ങൾ കുറേ ചേട്ടാ ഇരിക്കാറുള്ളൂ കേട്ടോ. ഞാൻ ഇത്തിരി കൊത്ത കൂടെ വാരിട്ട് അരച്ചു പോയി. അതുകൊണ്ട് സാധാ മറ്റേ ജാലിട്ടാലും മതി കേട്ടോ. ഒരു പരിപാടി. പക്ഷെ നല്ല സ്മൂത്തായിട്ട് കുറിയിടാൻ പരുവത്തിന് അരഞ്ഞു കിട്ടി കേട്ടോ. കുറച്ചിട്ട് അരച്ചാൽ ശരിയാവും തോന്നുന്നു. എന്തായാലും തെറിച്ച്, എന്റെ പുറത്തും തെറിച്ച് നല്ല മണം വരുന്നു. പക്ഷേ ബാക്കിയിരിക്കുന്നതും കൂടെ ഇത് കുറച്ചിട്ട് അരച്ചെടുക്കാം. ബാക്കി ഇല്ലേ, മൊത്തം അരച്ച. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നല്ല അടിപൊളി തണുത്ത് റെഡിയായിരിക്കും കേട്ടോ. ഇനി നമ്മൾ ഇതിന് ആഡ് ചെയ്തിട്ടാണ് എടുക്കാൻ. അപ്പൊ അത് പുഴിയെടുക്കൊന്നും വേണ്ടേ? അത് അരിക്കണം. മൊത്തത്തിൽ ഒഴിച്ചിട്ട് അരിച്ചാലും മതി. വെള്ളം ഒഴിച്ചിട്ട് അരിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും. എന്നാ അരിക്ക്. മറ്റേ വലിയ അരിപ്പി പറ്റൂലേ? എന്തായാലും കൊള്ളാം. ഒരു കുടുവൻ പാത്രം ഇടമ്മാ. കുടിക്കാനങ്ങനെ പറ്റോ? കഴിവ് പാത്രം കഴിവണ്ടി.
അരിച്ചെടുക്കണം. തണുത്ത വെള്ളവും കൂടെ അതിനകത്തോട്ട് ഒഴിച്ച് അരിച്ചെടുക്കാം. എന്തായാലും കമ്പിളി നാരങ്ങ തെറിച്ച് ഇവിടെ എല്ലാം ഒരു കുളമായിട്ടുണ്ട്. ജോലിയായി തുടച്ചോ. പെട്ടെന്ന് അരി സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അമക്കിയാൽ മതി, അപ്പോൾ റെഡിയാവും. എന്തായാലും നല്ല അടിപൊളി മണം വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നയാ. ഇതിപ്പോൾ ഇച്ചിരി തെറിച്ചത് കൊണ്ട് ഇച്ചിരി കുളമായി. ഇപ്പോഴാ അരിച്ചെല്ലാം റെഡിയാക്കി എടുത്ത് കേട്ടാ. ഇനി അതിനകത്ത് നമുക്ക് കുറച്ച് മതി, ശകലം ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മധുരം കുറവായിട്ട് ഒരു തോന്നല് കുടിച്ചു നോക്കിയില്ല കേട്ടോ. എന്നാലും കുറച്ച് മധുരം കൂടെ ചേർക്കാം. ഇതാണ് ചേർക്കുക. നമുക്കൊന്നും ഷുഗർ ഇല്ല കേട്ടാ. ഷുഗർ ഇല്ല എന്ന് പറഞ്ഞ് ഷുഗർ വരുത്തി വെക്കില്ലേ. വല്ലപ്പോഴായിരിക്കല്ലേ. അപ്പോഴേ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഇരിക്കുന്നു. ഇവിടെയാണെന്ന് നോക്കട്ടെ. നല്ല പക്ക ടേസ്റ്റ്, സൂപ്പർ. അരച്ചപ്പിച്ച് പണി പാളിയിട്ടുണ്ടെങ്കിലും സാധനം സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇത് ജ്യൂസ് അടിച്ച അപ്പോഴേ കുടിച്ചോളണം കേട്ടാ. ഫ്രിഡ്ജിനകത്തൊന്നും വെച്ച് കുടിക്കാമെന്ന് നോക്കണ്ട, കാരണം കയ്പ്പ് രസം വരും കുറച്ച് നേരം കഴിയുമ്പോൾ. ഇത് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള സംഭവങ്ങളാണിത്. ചിലരൊന്നും ഇത് വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കായ്ച്ചു നിന്നാലും അവർ മൈൻഡ് ചെയ്യാറില്ല. പിന്നെ ഇതുപോലെ ഇല്ലാത്തവരൊക്കെ ഇത് കാണുമ്പോൾ ഒരു ആകർഷണം തോന്നും കേട്ടോ. അങ്ങനെ ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് ഇതുകൾ തന്നതാ. അങ്ങനെ ഞങ്ങളിതിനെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പണ്ട് ദിവസം ഇവിടെ എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ റെഡിയാക്കി തന്നു. അന്ന് തികഞ്ഞില്ല. അങ്ങനെ ഇന്ന് കിട്ടിയപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. സൂപ്പർ കിടില്. നിങ്ങളും കൂടെ ട്രൈ ചെയ്ത് നോക്കി കുടിച്ചു നോക്കണം കേട്ടോ, നല്ലതാണ്. ഞാൻ കുടിച്ചില്ല, ഞാൻ കുടിച്ചും കൂടെ നോക്കട്ടെ. എന്നാ നീ കൂടെ കൂടി ഇവിടെ തരാം. എന്നാ ടേസ്റ്റ് ചെയ്തു കുറച്ച് മതിയാ. ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ സൂപ്പർ. ഇപ്പൊ ഞാനിവിടെ ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം, സൂപ്പർ. മൊത്തം കുടിക്കുന്നു. കൊള്ളാൻ കണ്ട എന്തായാലും സംഭവം. അടിപൊളി. നമ്മള് ഇങ്ങനെ വെയിലത്തൊക്കെ വരുമ്പോഴത്തേക്കും കുടിക്കാൻ പറ്റിയ സൂപ്പർ സാധനം. നല്ല എരിവും പുളിവും ഉപ്പും അടിപൊളി. ഒരുപാട് എരിയൊന്നും ഇല്ല കേട്ടോ, ചെറിയൊരു എരിയേ ഉള്ളൂ. കാരണം ഇതെന്റെ മോനും കൂടെ കൊച്ചുമോനും കൂടെ ഇച്ചിരി കൊടുക്കാം. അവരിപ്പം വരും ട്യൂഷൻ വിട്ട്. അപ്പൊ അവനിത് നാളെ അപ്പം ഉണ്ടായി കൊടുത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് രണ്ടും കൂടെ ശാലം വെച്ചേക്കണം. അപ്പോൾ ഈ കമ്പിളി നാരങ്ങ ജ്യൂസ് വേറെ വലിയ പരിപാടിയൊന്നുമില്ല. കമ്പിളി നാരങ്ങ എടുക്കണം, അതിന്റെ അല്ലി എടുക്കണം, അതിനകത്ത് ഇച്ചിരി ഇഞ്ചി, പിന്നെ പച്ചമുളക്, പുതിനയില ഉണ്ടെങ്കിലുണ്ട് ഇടണം, പിന്നെ ഇച്ചിരി പഞ്ചാര, ഉപ്പ്, ഇത്രയും ഇട്ട് ഏലക്ക ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്ത് അത് പിഴിഞ്ഞ് അതിനകത്ത് കുറച്ച് തണുത്ത വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ പിഴിഞ്ഞ് അത് നല്ല ഒരു ഇതോടെ കുടിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ. പിന്നെ നാരങ്ങ നീര് ഉണ്ടെങ്കിൽ ഒഴിക്കാം. അപ്പൊ ഞങ്ങളുടെ നാരങ്ങ ഇന്നത്തെ ഞങ്ങൾ ഒഴിച്ചില്ല, അപ്പൊ അതും കൂടെ ഒഴിക്കാം കേട്ടോ വേണമെങ്കിൽ. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ലൈക്ക്, കമന്റ്, ഷെയർ ഒക്കെ വേണം. ഒപ്പം സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്തേക്കണം കേട്ടാ വീഡിയോ കാണുന്നവര്. അപ്പൊ ഞങ്ങൾ ഇതുപോലുള്ള ഇനി ഞങ്ങൾ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ വെച്ച് കുളങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാല് എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.